ഇലസ്ട്രേറ്ററിലും കോറലിലും ക്രിയേറ്റ് ചെയ്യുന്ന ലോഗോസ് എങ്ങനെ 3D ആക്കാം എന്ന് നോക്കാം. അതുപോലെ 3D Maxന്റെ ഡിഫോൾട്ട് ടെക്സ്റ്റ് എങ്ങനെ 3D ആക്കി കൺവേർട്ട് ചെയ്യാമെന്നും നോക്കാം. ഇനി ഇലസ്ട്രേറ്റർ ഫയൽ ഒന്ന് ഇമ്പോർട്ട് ചെയ്യാം. ഫയലില് ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്ത് VT ലോഗോ സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുക്കാം. ഇപ്പോൾ ഇമ്പോർട്ട് ബോക്സിൽ രണ്ട് ഓപ്ഷനാണ് വരുന്നത്: മെർജ് ഒബ്ജക്റ്റ് വിത്ത് കറന്റ് സീൻ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി റിപ്ലേസ് കറന്റ് സീൻ. കംപ്ലീറ്റ്ലി റിപ്ലേസ് കറന്റ് സീൻ ക്ലിക്ക് ചെയ്ത് OK കൊടുക്കുമ്പോൾ ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്ന ഫയൽ ക്ലോസ് ചെയ്തിട്ട് പുതിയൊരു ഫയൽ ഓപ്പൺ ആവും. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഫയലിൽ ആദ്യം ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ഫയലിൽ ഇമ്പോർട്ട് കൊടുത്ത് ലോഗോ ഓപ്പൺ ചെയ്യാം. കംപ്ലീറ്റ്ലി റിപ്ലേസ് കറന്റ് സീൻ ക്ലിക്ക് ചെയ്ത് OK കൊടുക്കാം. സിംഗിൾ ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്ത് OK കൊടുക്കാം. ഇപ്പോൾ ഒരു പോപ്പപ്പ് വിൻഡോ വരും. ദ സീൻ ഹാസ് ബീൻ മോഡിഫൈഡ്, സേവ് ചേഞ്ചസ്, ഡോണ്ട് സേവ് ക്ലിക്ക് ചെയ്യാം. നേരത്തെ ഫയൽ ക്ലോസ് ചെയ്തിട്ട് ലോഗോ ഒരു പുതിയ ഫയലായിട്ടാണ് ഓപ്പൺ ആകുന്നത്. ഇനി ലോഗോന്റെ XYZ 0 ആക്കി ലോഗോ ഗ്രിഡിന്റെ സെന്ററിലാക്കാം. ഇനി ഈ 2D സ്പ്ലൈൻ ഒരു റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാം. ഇനി ഇതിനൊരു പേര് കൊടുക്കാം. റെഫറൻസ് ഷേപ്പ് എന്ന് കൊടുക്കാം. ഇനി ഈ റെഫറൻസ് ഷേപ്പ് മുകളിലേക്ക് കൊണ്ടുവന്ന ശേഷം ഒരിക്കൽ കൂടി ഇമ്പോർട്ട് ചെയ്യാം. ഓപ്പൺ കൊടുത്ത് കംപ്ലീറ്റ്ലി റിപ്ലേസ് ചെയ്യുന്നതിന് പകരം മെർജ് ഒബ്ജക്റ്റ് വിത്ത് കറന്റ് സീൻ ക്ലിക്ക് ചെയ്ത് OK കൊടുക്കാം. ഇനി ഇമ്പോർട്ട് ഷേപ്സ് ആസ് മൾട്ടിപ്പിൾ ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്ത് OK കൊടുക്കാം. ഇപ്പോൾ ഇമ്പോർട്ട് ആയിരിക്കുന്ന ഈ സ്പ്ലൈൻ ഒരു സിംഗിൾ സ്പ്ലൈൻ ആയിട്ടല്ല ഇമ്പോർട്ട് ആയിരിക്കുന്നത്, പക്ഷേ പല സ്പ്ലൈൻ ആയിട്ടാണ് ഇത് ഇമ്പോർട്ട് ആയിരിക്കുന്നത്. ഇനി X0 ആക്കി ഇത് സെന്ററിലേക്ക് അലൈൻ ചെയ്ത് നോക്കാം. ഇനി 0 കൊടുത്ത് എൻ്റർ ചെയ്യാം. ശ്രദ്ധിക്കുക, ഇതെല്ലാം ഡിഫറെന്റ് സ്പ്ലൈൻസ് ആയതുകൊണ്ട് ഓരോ സ്പ്ലൈൻസ് സെന്ററിലേക്ക് അലൈൻ ആയിരിക്കുന്നത് കാണാം. ഇനി ഇതൊന്ന് അൺഡു ചെയ്ത ശേഷം എല്ലാം സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യാം. മെനു ബാറിലെ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യാം. ഇനി OK കൊടുക്കാം. ഫോട്ടോഷോപ്പിൽ കാണുന്ന പോലുള്ള ഗ്രൂപ്പ് കമാൻഡാണ് ഇത്. XYZ 0 കൊടുത്ത് ഇത് സെന്ററിലേക്ക് അലൈൻ ചെയ്ത ശേഷം അൺഗ്രൂപ്പ് ചെയ്യാം. ഇനി ഇത് വീണ്ടും ഇൻഡിവിജ്വൽ സ്പ്ലൈൻ ആയിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. വെർച്വൽ എന്ന വേർഡ് ഒരേ ലെറ്റർ ആയിട്ടാണ് അനിമേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മൾട്ടിപ്പിൾ സ്പ്ലൈൻ ആയിട്ട് ഇമ്പോർട്ട് ചെയ്തത്. ടീച്ചർ എന്ന വേർഡ് ഒറ്റ ഒബ്ജക്റ്റ് ആയിട്ടാണ് അനിമേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എഡിറ്റബിൾ സ്പ്ലൈൻസിലെ സ്പ്ലൈൻ ക്ലിക്ക് ചെയ്ത് ആവശ്യമില്ലാത്ത സ്പ്ലൈൻസ് ഡിലീറ്റ് ചെയ്യാം. ഇനി ഈ ഷേപ്സ് കൂടി ഡിലീറ്റ് ചെയ്യാം. ടീച്ചർ എന്ന വേർഡ് ഒറ്റ സ്പ്ലൈൻ അല്ലാത്തതുകൊണ്ട് ഒന്നെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്ത് റെഫറൻസ് ഷേപ്പിൽ നിന്നും ഒറ്റ സ്പ്ലൈൻ ആയ ടീച്ചർ എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ T ഷേപ്പ് ക്ലിക്ക് ചെയ്തതിനു ശേഷം അറ്റാച്ച് ക്ലിക്ക് ചെയ്ത് ബാക്കിയുള്ള സ്പ്ലൈൻ അറ്റാച്ച് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഓരോ സ്പ്ലൈൻ അറ്റാച്ച് ചെയ്യാം. Rല് 2 സ്പ്ലൈൻ ഉള്ളതുകൊണ്ട് അത് രണ്ടും അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട്. റൈറ്റ് ക്ലിക്ക് ചെയ്ത് അറ്റാച്ച് മോഡിൽ നിന്നും പുറത്തേക്ക് വരാം. ഇനി ഈ സ്പ്ലൈനിന് ടീച്ചർ എന്ന് പേര് കൊടുക്കാം. ഇനി ഓരോ സ്പ്ലൈനും പെട്ടെന്ന് തിരിച്ചറിയേണ്ടതിന് ഓരോന്നിനും പേര് കൊടുക്കാം. I R T U A L. ശ്രദ്ധിക്കുക, R എന്ന വേർഡ് 2 സ്പ്ലൈൻ കൊണ്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇത് സെലക്ട് ചെയ്യുമ്പോൾ ഒറ്റ സ്പ്ലൈൻ മാത്രമേ സെലക്ട് ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ 2 സ്പ്ലൈനുള്ള A ക്ലിക്ക് ചെയ്യുമ്പോൾ ഔട്ടർ സ്പ്ലൈൻ മാത്രമേ സെലക്ട് ആകുന്നുള്ളൂ. ഇനി ഇതിനൊരു എക്സ്ട്രൂഡ് മോഡിഫയർ അപ്ലൈ ചെയ്താൽ പോലും നമുക്കൊരു കറക്റ്റ് ലെറ്റർ ആയിട്ട് കിട്ടുകയില്ല. R ക്ലിക്ക് ചെയ്ത് ഇതിനൊരു എക്സ്ട്രൂഡ് മോഡിഫയർ അപ്ലൈ ചെയ്യാം. ഇതിന്റെ എമൗണ്ട് 1 ആക്കാം. ഇപ്പോൾ R ലെറ്ററിന്റെ നടുക്കത്തെ ഹോൾ കാണുവാനില്ല. ഇനി എക്സ്ട്രൂഡ് ഓഫ് ചെയ്തതിനു ശേഷം അറ്റാച്ച് ക്ലിക്ക് ചെയ്ത് നടുക്ക് കാണുന്ന സ്പ്ലൈൻ അറ്റാച്ച് ചെയ്യാം. ഇനി എക്സ്ട്രൂഡ് ഓൺ ചെയ്യുമ്പോൾ R കംപ്ലീറ്റ് ആയിരിക്കുന്നത് കാണാം. എക്സ്ട്രൂഡ് ഡിലീറ്റ് ചെയ്യാം. ഇനി എയുടെ നടുക്ക് കാണുന്ന സ്പ്ലൈൻ കൂടി അറ്റാച്ച് ചെയ്യാം. ഇനി ടീച്ചർ എന്ന വേർഡിന് ബിവൽ മോഡിഫയർ അപ്ലൈ ചെയ്യാം.
ബിവൽ സെലക്ട് ചെയ്ത് പെർസ്പെക്റ്റീവ് വ്യൂ പോർട്ട് മാക്സിമൈസ് ചെയ്യാം. ഇനി ബിവലിന്റെ വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്യാം. സ്റ്റാർട്ട് ഔട്ട്ലൈൻ സ്പ്ലൈൻസിന്റെ ജനറൽ ഔട്ട്ലൈൻ ആണ് കാണിക്കുന്നത്. ഇനി ഇതിന്റെ വാല്യൂസ് മാറുമ്പോൾ ഔട്ട്ലൈനിന്റെ ഷേപ്പ് മാറുന്നതായിട്ട് കാണാം. ഇത് തൽക്കാലം 0 ആക്കാം. ഇനി ഇതിന്റെ ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഹൈറ്റ് -0.1 കൊടുക്കുമ്പോൾ ഇത് താഴേക്ക് എക്സ്ട്രൂഡ് ആകുന്നത് കാണാം. ഔട്ട്ലൈൻ 0.1 കൊടുത്ത് ഇതിനൊരു ബിവൽ ക്രിയേറ്റ് ചെയ്യാം. ഇനി ലെവൽ 2 ക്ലിക്ക് ചെയ്ത് ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഹൈറ്റ് -1 കൊടുത്ത് എക്സ്ട്രൂഡ് ചെയ്യാം. ഇനി ലെവൽ 3 ക്ലിക്ക് ചെയ്ത് ഒരു ബിവൽ കൂടി കൊടുക്കാം. ലെവൽ 1 കൊടുത്ത സെയിം ഹൈറ്റ് തന്നെ ലെവൽ 3ക്ക് കൊടുക്കാം. -0.1 കൊടുക്കാം. ബിവൽ അമൗണ്ട് ആയിട്ട് -0.1 കൊടുക്കാം. ഇനി ഓർബിറ്റ് ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റിന്റെ ബിവൽ എന്ന് കാണാം. ഇനി വെർച്വലിന്റെ ഓരോ ലെറ്ററിനും ഇതുപോലെ ബിവൽ കൊടുക്കാം. ഫോട്ടോഷോപ്പിൽ സാധാരണ കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് പോലെ ഈ ബിവൽ കോപ്പി ചെയ്യാം. അതിനുശേഷം ഒരു ലെറ്റർ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യാം. പേസ്റ്റിൽ 2 ഓപ്ഷൻ ആണുള്ളത്, പേസ്റ്റും പേസ്റ്റ് ഇൻസ്റ്റൻസും. പേസ്റ്റ് ഇൻസ്റ്റൻസ് ക്ലിക്ക് ചെയ്താൽ 2 ലെറ്റർ തമ്മിൽ ഒരു ലിങ്ക് ഉണ്ടാവും. ഒരു ലെറ്ററിന്റെ ബിവൽ അമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അതേസമയം മറ്റേ ലെറ്ററിന്റെ ബിവൽ അമൗണ്ട് കൂടി ചേഞ്ച് ആവും. ഇനി ഒരേ ലെറ്റർ സെലക്ട് ചെയ്ത് പേസ്റ്റ് ഇൻസ്റ്റൻസ് കൊടുക്കാം. ടി സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ഇൻസ്റ്റൻസ് കൊടുക്കാം. എ അതിനുശേഷം എൽ. ശ്രദ്ധിക്കുക, ബിവൽ മോഡിഫയർ ഇറ്റാലിക്സിലാണ് എഴുതിയിരിക്കുന്നത്. പേസ്റ്റ് ഇൻസ്റ്റൻസ് ചൂസ് ചെയ്തുകൊണ്ടാണ് ഇറ്റാലിക്സിൽ ഇത് കാണപ്പെടുന്നത്. ഇനി ടീച്ചർ എന്ന വേർഡ് സെലക്ട് ചെയ്ത് അതിന്റെ ബിവൽ അമൗണ്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ടീച്ചർ എന്ന വേർഡിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അതേസമയം വെർച്വലിന്റെ ഹൈറ്റും മാറുന്നതായി കാണാം. ഹൈറ്റ് വീണ്ടും -1 ആക്കാം. ഇനി വി സെലക്ട് ചെയ്ത് അതിന്റെ ബിവൽ യുണീക്ക് ആക്കാം. മേക്ക് യുണീക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഇറ്റാലിക്സ് എഫക്ട് ബിവലിൽ നിന്ന് മാറുന്നതായി കാണാം. ഇനി ടീച്ചറിന്റെ ബിവൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ വിയുടെ ബിവൽ ചേഞ്ച് ആകുന്നില്ല. ഹൈറ്റ് വീണ്ടും -0.1 ആക്കാം. ഇനി ഓരോ ലെറ്റർ സെലക്ട് ചെയ്ത് അതിന്റെ ബിവൽ യുണീക്ക് ആക്കാം. മോഡിഫയേഴ്സ് ഇൻസ്റ്റൻസ് ആണോ യുണീക്ക് ആണോ എന്ന് മോഡിഫയേഴ്സിന്റെ ഇറ്റാലിക്സ് ലെറ്റർ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. നമ്മൾ വർക്ക് ചെയ്ത 3D ലോഗോന്റെ സൈസ് കറക്റ്റ് ആണോ എന്ന് അറിയുന്നതിന് വേണ്ടി റെഫറൻസ് ഷേപ്പ് സെലക്ട് ചെയ്ത് Z0 ആക്കി സെന്ററിലേക്ക് അലൈൻ ചെയ്യാം. ഇനി F3 പ്രസ് ചെയ്യാം. ശ്രദ്ധിക്കുക, റെഫറൻസ് ഷേപ്പിന്റെ ഔട്ട്ലൈൻ ആണ് വൈറ്റിൽ കാണുന്നത്. ഇപ്പോൾ 3Dയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ പുറത്തുള്ള ഷേപ്പ്. ക്രിയേറ്റ് ചെയ്ത ലോഗോ അല്പം വലുതാണ്. ഇത് ശരിയാക്കുന്നതിന് വേണ്ടി സ്റ്റാർട്ട് ഔട്ട്ലൈൻ -0.1 കൊടുക്കാം. ഇപ്പോൾ ലോഗോയുടെ കറക്റ്റ് വിഡ്ത്തിൽ തന്നെ ബിവൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വെർച്വലിന്റെ ഓരോ ലെറ്റർ ഇതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ലെറ്റേഴ്സ് ഒക്കെ മുട്ടിയിരിക്കുന്നത് കാണാം. ഇനി ഈ ഡിസ്റ്റൻസ് കറക്റ്റായി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഓരോ ലെറ്റർ സെലക്ട് ചെയ്ത് അതിന്റെ സ്റ്റാർട്ട് ഔട്ട്ലൈൻ -0.1 കൊടുക്കാം. ഈ ബിവൽ യുണീക്ക് ചെയ്യുന്നതിന് മുമ്പായിരുന്നെങ്കിൽ സ്റ്റാർട്ട് ഔട്ട്ലൈൻ ഒരു തവണ അഡ്ജസ്റ്റ് ചെയ്ത് ബിവലിന്റെ എല്ലാം ഇൻസ്റ്റൻസ് ഒരുമിച്ച് ചേഞ്ച് ചെയ്യാമായിരുന്നു. ഇനി ഓരോ ലെറ്റർ സെലക്ട് ചെയ്ത് അതിന്റെ സ്റ്റാർട്ട് ഔട്ട്ലൈൻ ചേഞ്ച് ചെയ്ത് അതിന്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതോടെ ടെക്സ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി പുറത്തുള്ള സ്ക്വയർ ക്രിയേറ്റ് ചെയ്യാം. ഈ ഷേപ്സിലെ റെക്ടാംഗിൾ ക്ലിക്ക് ചെയ്ത് ഒരു റെക്ടാംഗിൾ ക്രിയേറ്റ് ചെയ്യാം. ഇനി റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൺവേർട്ട് ടു എഡിറ്റബിൾ സ്പ്ലൈൻ കൊടുക്കാം. ഇനി വേർട്ടെക്സ് ക്ലിക്ക് ചെയ്ത ശേഷം ഇതിന്റെ ഫില്ലറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഫില്ലറ്റ് സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. ഇനി വേർട്ടെക്സ് സെലക്ട് ചെയ്ത് അതിന്റെ പൊസിഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ലെഫ്റ്റ് സൈഡിലെ വേർട്ടെക്സ് കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി എച്ച് പ്രസ് ചെയ്ത് റെഫറൻസ് ഷേപ്പ് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്ത് മുകളിലേക്ക് അല്പം മാറ്റി വയ്ക്കാം.
ഇനി റെക്ടാങ്കിൾ സെലക്ട് ചെയ്ത് ഇതിനൊരു എക്സ്ട്രൂഡ് മോഡിഫയർ അപ്ലൈ ചെയ്യാം. പെർസ്പെക്റ്റീവ് മാക്സിമൈസ് ചെയ്യാം. ഇനി എക്സ്ട്രൂഡ് മോഡിഫയർ അപ്ലൈ ചെയ്യാം. എക്സ്ട്രൂഡ് അമൗണ്ട് 1 കൊടുത്ത ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൺവേർട്ട് ടു എഡിറ്റബിൾ പോളി ആക്കാം. പോളിഗോൺ മോഡ് സെലക്ട് ചെയ്തതിനു ശേഷം ബിവൽ ക്ലിക്ക് ചെയ്യാം. ബിവൽ -0.25 കൊടുക്കാം. ഇനി ടിക്ക് ചെയ്യാം. ഇനി സൈഡിലത്തെ പോളിഗോൺസ് എല്ലാം സെലക്ട് ചെയ്ത് എക്സ്ട്രൂഡ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് ആദ്യം ഒരു പോളിഗോൺ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്ത് അടുത്ത പോളിഗോൺ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ചുറ്റുമുള്ള പോളിഗോൺ സെലക്ട് ആയിരിക്കുന്നത് കാണാം. ഇനി ഇതിനൊരു എക്സ്ട്രൂഡ് കൊടുക്കാം. 0.2 കൊടുത്ത ശേഷം ടിക്ക് ചെയ്യാം. ഇനി ഇതല്പം താഴേക്ക് എടുക്കാം. അല്പം കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. റിഫ്ലക്റ്റീവ് ഒബ്ജക്ട്സിന്റെ സൈഡ് എക്സ്ട്രൂഡ് ചെയ്ത് ലൈറ്റിൽ നല്ല എഫക്ട്സ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ടെക്സ്റ്റ് ആനിമേറ്റ് ചെയ്യുന്നതിന് മുമ്പ് റെഫറൻസ് ഇമേജിലെ ഈ ഒരു ബാർ കൂടി ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി F3 പ്രസ് ചെയ്ത് വയർ ഫ്രെയിം മോഡാക്കാം. റെഫറൻസ് ഇമേജ് സെലക്ട് ചെയ്ത് Y0 ആക്കി സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യാം. ഇനി 2 ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. ബോക്സ് സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. ഫ്രണ്ട് വ്യൂ പോർട്ടിൽ ഇത് അല്പം താഴേക്ക് എടുക്കാം. ഇനി ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഒരു കോപ്പി കൂടെ എടുക്കാം. ഓക്കെ കൊടുക്കാം. ഇനി റെഫറൻസ് ഷേപ്പ് സെലക്ട് ചെയ്ത് ഹൈഡ് സെലക്ഷൻ ക്ലിക്ക് ചെയ്ത് ഹൈഡ് ചെയ്യാം. ഇനി ആനിമേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ലോഗോ ഒന്ന് റൊട്ടേറ്റ് ചെയ്യേണ്ടതുണ്ട്. സെലക്ട് ചെയ്ത് റൊട്ടേറ്റ് ക്ലിക്ക് ചെയ്ത് ആംഗിൾ സ്നാപ്പ് ടോഗിൾ ക്ലിക്ക് ചെയ്ത ശേഷം 90 ഡിഗ്രി ആംഗിളിലേക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഇനി 3D ടെക്സ്റ്റ് ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം. ക്രിയേറ്റ് ടാബിന്റെ കീഴിലുള്ള ഷേപ്സ് ക്ലിക്ക് ചെയ്ത ശേഷം ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് ഫ്രണ്ട് വ്യൂ പോർട്ടിൽ ക്ലിക്ക് ചെയ്യാം. ഒന്ന് സൂം ഔട്ട് ചെയ്യാം. ടെക്സ്റ്റിന്റെ സൈസ് വളരെ കൂടുതലാണ്. ഇത് കുറയ്ക്കുന്നതിന് മുമ്പ് ലേൺ കമ്പ്യൂട്ടർ യുവർസെൽഫ് ടൈപ്പ് ചെയ്യാം. ഇനി ഫോണ്ട് ഏരിയൽ ബോൾഡ് ആക്കാം. ഇനി ഇതിന്റെ സൈസ് കുറച്ചു കൊടുക്കാം. സൈസ് 2 ആക്കി കൊടുക്കാം. ഇനി ഇത് അല്പം മുകളിലേക്ക് എടുക്കാം. X0 ആക്കി സെന്റർ ചെയ്യാം. അതിനുശേഷം എക്സ്ട്രൂഡ് മോഡിഫയർ അപ്ലൈ ചെയ്ത് ടെക്സ്റ്റ് എക്സ്ട്രൂഡ് ചെയ്യാം. എക്സ്ട്രൂഡ് അമൗണ്ട് 1 കൊടുക്കാം. ഇനി ആനിമേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ലോഗോസ് കളർ ചെയ്യാം. M പ്രസ് ചെയ്ത് മെറ്റീരിയൽ എഡിറ്റർ ഓപ്പൺ ചെയ്യാം. ഡിഫ്യൂസ് കളർ ക്ലിക്ക് ചെയ്ത് ഓറഞ്ച് കളർ സെലക്ട് ചെയ്യാം. സ്പെക്കുലർ സെലക്ട് ചെയ്ത് അതിനൊരു ലൈറ്റ് ഓറഞ്ച് കൊടുക്കാം. സ്പെക്കുലർ ലെവൽ ഒരു 90 അടുത്ത് കൊടുക്കാം. സ്പെക്കുലർ കളർ അല്പം കൂടി ഒന്ന് ഡാർക്ക് ആക്കാം. ഓക്കെ കൊടുത്ത് മെറ്റീരിയൽ എഡിറ്റർ ക്ലോസ് ചെയ്യാം. ഇനി ലോഗോന്റെ ടെക്സ്റ്റ് ഒക്കെ സെലക്ട് ചെയ്ത ശേഷം ഇതിലേക്ക് കളർ അസൈൻ ചെയ്യാം. മെറ്റീരിയൽ എഡിറ്റർ ഓപ്പൺ ചെയ്ത് അസൈൻ മെറ്റീരിയൽ ടു സെലക്ഷൻ ക്ലിക്ക് ചെയ്യാം. ഡിഫ്യൂസ് കളർ അല്പം കൂടി ഒന്ന് ഡാർക്ക് ഓറഞ്ച് ആക്കാം. ഓക്കെ. ഇനി അടുത്ത സ്ലോട്ട് ക്ലിക്ക് ചെയ്ത് ഡാർക്ക് ബ്ലൂ ആക്കാം. അതുപോലെ സ്പെക്കുലർ കളർ കൂടി അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ലൈറ്റ് ബ്ലൂ ആക്കി ഓക്കെ കൊടുക്കാം. ഇനി 2 റെക്ടാങ്കിൾ സെലക്ട് ചെയ്ത് ഇതിലേക്ക് ബ്ലൂ കളർ അസൈൻ ചെയ്യാം. ഇനി ബാക്കിലത്തെ റെക്ടാങ്കിൾ സെലക്ട് ചെയ്ത ശേഷം അതിനുവേണ്ടി ഒരു ബ്ലാക്ക് കളർ ക്രിയേറ്റ് ചെയ്യാം. ഡിഫ്യൂസ് കളർ നല്ല ബ്ലാക്ക് ആക്കാം. സ്പെക്കുലർ കളർ അല്പം ലൈറ്റ് ആക്കാം. ഓക്കെ.
ഇനി ഈ ബ്ലാക്ക് കളർ ബാക്കിലത്തെ ബോക്സിലേക്ക് അസൈൻ ചെയ്യാം. ഇനി മാപ്സിൽ ബം ചാനലിൽ പോയ ശേഷം നൺ ക്ലിക്ക് ചെയ്ത് മാപ്സിലെ സ്റ്റാൻഡേർഡ് ക്ലിക്ക് ചെയ്ത ശേഷം നോയ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഹൈ നോയ്സ് ത്രെഷോൾഡ് 0.7 ആക്കാം, ലോ 0.4, സൈസ് 0.1 ആക്കാം. ഇനി മൂന്നാമത്തെ സ്ലോട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇതിൽ തീരെ ചെറിയ നോയ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഒന്ന് റെൻഡർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിന്റെ കളർ കുറച്ചുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. സ്പെക്കുലർ ലെവൽ അല്പം താഴേക്ക് കൊണ്ടുവരാം. ഡിഫ്യൂസ് കളർ കുറച്ചുകൂടി ഒന്ന് ഡാർക്ക് ആക്കാം. ഓക്കെ, ഇനി ലേൺ കമ്പ്യൂട്ടർ യുവർ സെൽഫ് സെലക്ട് ചെയ്ത ശേഷം ഓറഞ്ച് കളർ സെലക്ട് ചെയ്ത് അസൈൻ ചെയ്യാം. ഡിസ്പ്ലേയിൽ ഹൈഡ് ബൈ ഹിറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ആവശ്യമില്ലാത്തത് സെലക്ട് ചെയ്ത് ഹൈഡ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഹൈഡ് ബൈ ഹിറ്റ് മോഡിൽ നിന്നും പുറത്തേക്ക് വരാം. ഫ്രണ്ട് വ്യൂ പോർട്ട് മാക്സിമൈസ് ചെയ്യാം. ഇനി വെർച്വൽ ടെക്സ്റ്റ് ആനിമേറ്റ് ചെയ്യാം. ഇതിൽ ഒരേ ലെറ്റർ ടേൺ ചെയ്യുന്നതാണ് ആനിമേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് ഓട്ടോ കീ ഓൺ ചെയ്തതിനു ശേഷം 5th ഫ്രെയിമിലേക്ക് ടൈം സ്ലൈഡർ കൊണ്ടുവന്ന ശേഷം റൊട്ടേറ്റ് ചെയ്യാം. ഇനി ആദ്യത്തെ കീ സെലക്ട് ചെയ്ത് 10th ഫ്രെയിമിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കാം. രണ്ട് കീയും സെലക്ട് ചെയ്ത് സ്റ്റാർട്ടിങ്ങിലേക്ക് കൊണ്ടുവരാം. ഇപ്പോൾ ഇത് ടേൺ ആയി വരുന്നത് കാണാം. ഓട്ടോ കീ ഓഫ് ചെയ്തതിനു ശേഷം ഒരേ ലെറ്ററിന്റെ കീസ് സെലക്ട് ചെയ്ത് ടൈം സ്ലൈഡറിൽ ഡിഫറെന്റ് ഫ്രെയിംസിൽ വയ്ക്കാം. അതിനായിട്ട് ഓൾട്ട് സെലക്ട് ചെയ്തതിനു ശേഷം വി അൺസെലക്ട് ചെയ്യുന്നു. ഇനി മറ്റേ ലെറ്റേഴ്സിന്റെ കീ 5 മുതൽ 10 വരെ കൊണ്ടുവന്ന് വയ്ക്കാം. ഇനി ഓൾട്ട് പ്രസ് ചെയ്ത് ഐ അൺസെലക്ട് ചെയ്തതിനു ശേഷം രണ്ട് കീസും സെലക്ട് ചെയ്ത് 10 മുതൽ 15 വരെ കൊണ്ടുവന്ന് വയ്ക്കാം. ഇപ്പോൾ ഒരേ ലെറ്റർ ടേൺ ആയി വരുന്നത് കാണാം. ഇനി ഓൾട്ട് പ്രസ് ചെയ്ത് ആർ അൺസെലക്ട് ചെയ്ത ശേഷം രണ്ട് കീസും 15 മുതൽ 20 വരെ കൊണ്ടുവന്ന് വയ്ക്കാം. ടൈം സ്ലൈഡർ ഒന്ന് സ്ക്രബ് ചെയ്ത് നോക്കാം. ഇനി ലെറ്റർ ടി അൺസെലക്ട് ചെയ്തതിനു ശേഷം രണ്ട് കീസും സെലക്ട് ചെയ്ത് 20 മുതൽ 25 വരെ കൊണ്ടുവന്ന് വയ്ക്കാം. ഇനി യു അൺസെലക്ട് ചെയ്ത ശേഷം രണ്ട് കീസും സെലക്ട് ചെയ്ത് 25 മുതൽ 30 വരെ കൊണ്ടുവന്ന് വയ്ക്കാം. എ അൺസെലക്ട് ചെയ്ത് 30 മുതൽ 35 വരെ കീസ് കൊണ്ടുവന്ന് വയ്ക്കാം. ഇനി ടൈം സ്ലൈഡർ ടൈം ലൈനിൽ ഒന്ന് സ്ക്രബ് ചെയ്ത് നോക്കാം, കീസ് ഒക്കെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന്. ഇതോടെ വെർച്വലിന്റെ അനിമേഷൻ പൂർത്തിയായിട്ടുണ്ട്. ഇനി ടീച്ചറിന് വേറൊരു അനിമേഷൻ കൊടുക്കാം. സെലക്ട് ചെയ്തതിനു ശേഷം സ്ക്യൂസ് മോഡിഫയർ അപ്ലൈ ചെയ്യാം. വ്യൂ പോർട്ടിൽ ലോഗോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇനി സ്ക്യൂസ് എമൗണ്ട് കൂട്ടി നോക്കാം. ഇപ്പോൾ ബാക്കിലേക്കാണ് സ്ക്യൂസ് എമൗണ്ട് കൂടുന്നത്. ഇനി ജിസ്മോ സെലക്ട് ചെയ്തതിനു ശേഷം വ്യൂ പോർട്ടിൽ ജിസ്മോ റൊട്ടേറ്റ് ചെയ്യാം. ഇനി സെന്റർ ക്ലിക്ക് ചെയ്തതിനു ശേഷം ജിസ്മോ താഴേക്ക് കൊണ്ടുവരാം. അതിനു മുൻപ് അതിന്റെ കർവ് 0 ആക്കാം. ഇനി റിഫറൻസ് ഷേപ്പ് അൺഹൈഡ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് അൺഹൈഡ് ബൈ നെയിം സെലക്ട് ചെയ്ത് റിഫറൻസ് ഷേപ്പ് ക്ലിക്ക് ചെയ്ത് അൺഹൈഡ് ചെയ്യാം. ഇനി ജിസ്മോയും സെലക്ട് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, ഫ്രണ്ട് വ്യൂ പോർട്ട് മാക്സിമൈസ് ചെയ്യാം. റെഫറൻസ് ഷേപ്പ് വെർച്വലിലെ 3D ടെക്സ്റ്റ് ആയിട്ട് അലൈൻ ചെയ്യാം. ഇനി ടീച്ചർ അനിമേറ്റ് ചെയ്യുന്നതിന് മുമ്പ് റെഫറൻസ് ഷേപ്പിന്റെ ടീച്ചറിന്റെ പൊസിഷനിലേക്ക് കൊണ്ടുവരാം. സെന്റർ ക്ലിക്ക് ചെയ്തതിനു ശേഷം അതല്പം താഴേക്ക് കൊണ്ടുവരാം. റെഫറൻസ് ഷേപ്പിന്റെ ബേസുമായിട്ട് അലൈൻ ചെയ്യാം. സ്ക്യൂസ് എമൗണ്ട് 0 ആക്കിയതിനു ശേഷം ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് സൂം ഔട്ട് ചെയ്യാം. ഇനി ഈ സ്ക്യൂസ് എമൗണ്ട് ആണ് നമ്മൾ ആനിമേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുൻപ് വെർച്വലിന്റെ ആനിമേഷൻ ഏത് ഫ്രെയിമിലാണ് അവസാനിക്കുന്നത് എന്ന് നോക്കാം. എല്ലിന്റെ ആനിമേഷൻ 29th ഫ്രെയിം മുതൽ 34th ഫ്രെയിം വരെയാണ് കാണുന്നത്.
ഈ 30th ഫ്രെയിം വരെയാണ്. എല്ലിന്റെ ഫ്രെയിംസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. എല്ലിന്റെ ആനിമേഷൻ 35th ഫ്രെയിമിലാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് ടീച്ചറിന്റെ ആനിമേഷൻ 35th ഫ്രെയിം മുതൽ തുടങ്ങാം. സെറ്റ് കീ ക്ലിക്ക് ചെയ്ത് 35th 40th ഫ്രെയിമിലും ഒരേ കീ ചെയ്യാം. 35th ഫ്രെയിമിൽ ടീച്ചർ അല്പം മുകളിലേക്ക് എടുക്കാം. ഇത് മുകളിൽ നിന്നും താഴേക്ക് വീഴുന്ന ഒരു ഫീലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി 40th ഫ്രെയിമിൽ ഇത് താഴേക്ക് കൊണ്ടുവരാം. ഇത് സെറ്റ് കീ അല്ല, ഓട്ടോ കീ ഓൺ ചെയ്തിടാം. 35th ഫ്രെയിമിൽ ഇത് വീണ്ടും മുകളിലേക്ക് എടുക്കാം. 40th ഫ്രെയിമിൽ ഇത് താഴെ എത്തുന്നു. അതിനു മുൻപ് ഓട്ടോ കീ ഓഫ് ചെയ്ത് ഇതിന്റെ സ്ക്യൂസ് എമൗണ്ട് 0 ആക്കേണ്ടതുണ്ട്. ഇനി ഓട്ടോ കീ ഓൺ ചെയ്തതിന് ശേഷം 43rd ഫ്രെയിമിൽ ഇത് അല്പം സ്ക്യൂസ് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് ഫ്രെയിമിൽ ഒരു കീ ഫ്രെയിം കാണാം. അത് 0ൽ നിന്നും 40th ഫ്രെയിമിലേക്ക് കൊണ്ടുവരാം. 50th ഫ്രെയിമിൽ പോയ ശേഷം സ്ക്യൂസ് എമൗണ്ട് വീണ്ടും കൂട്ടാം, 0.04 ആക്കാം. ഇനി 55th ഫ്രെയിമിൽ ഇത് -0.04 ആക്കാം. 60th ഫ്രെയിമിൽ 0.03 ആക്കാം. -65th ഫ്രെയിമിൽ -0.025 ആക്കാം. 70th ഫ്രെയിമിൽ 0.01 കൊടുക്കാം. 75th ഫ്രെയിമിൽ അമൗണ്ട് 0 ആക്കാം. ഇനി ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇനി ഈ ആനിമേഷന്റെ സ്റ്റാർട്ടിംഗ് കുറെ കൂടി ഒന്ന് ഫാസ്റ്റ് ആക്കണം. ആനിമേഷൻ തീരുമ്പോൾ അതിന്റെ മൂവ്മെന്റ് സ്ലോ ആയിക്കൊണ്ടിരിക്കണം. അതിനായിട്ട് ആദ്യത്തെ കുറച്ച് ഫ്രെയിംസ് കുറെ കൂടി അടുപ്പിച്ചു വെക്കാം. 60th ഫ്രെയിം ഒരു ഫ്രെയിം മുമ്പോട്ട് നീക്കാം. ഇനി അവസാനത്തെ ഫ്രെയിം കുറച്ചുകൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇനി പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ സ്ക്യൂസിന്റെ നല്ലൊരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അവസാനത്തെ ഒരു എഫക്റ്റ് കൂടി തീർക്കാനുണ്ട്. ഡിസ്പ്ലേയിൽ അൺഹൈഡ് ബൈ നെയിം ക്ലിക്ക് ചെയ്തതിനു ശേഷം ടെക്സ്റ്റ് അൺഹൈഡ് ചെയ്യാം. ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിനു ശേഷം ആദ്യം ഇതിനൊരു പേര് കൊടുക്കാം. ലേൺ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓട്ടോ കീ ഓഫ് ചെയ്തതിനു ശേഷം ടെക്സ്റ്റിന് ട്വിസ്റ്റ് മോഡിഫയർ അപ്ലൈ ചെയ്യാം. ഇനി ലേൺ കമ്പ്യൂട്ടർ യുവർ സെൽഫ് ആനിമേറ്റ് ചെയ്യേണ്ടതിന് ടൈം സ്ലൈഡർ 50th ഫ്രെയിമിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കാം. ട്വിസ്റ്റ് ഓപ്പൺ ചെയ്ത ശേഷം ട്വിസ്റ്റ് ആംഗിൾ 500 കൊടുക്കാം. ട്വിസ്റ്റ് ആക്സിസ് X ക്ലിക്ക് ചെയ്യാം. ലിമിറ്റ് എഫക്റ്റ് ചെക്ക് ചെയ്തതിനു ശേഷം അപ്പർ ലിമിറ്റ് 50 കൊടുക്കാം. ഇനി ജിസ്മോന്റെ സെന്ററിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇത് മുമ്പോട്ട് കൊണ്ടുപോയി വയ്ക്കാം. ഇനി ഇതിനൊരു കീ കൊടുക്കാം. ജിസ്മോ ഓഫ് ചെയ്തതിനു ശേഷം ടൈം സ്ലൈഡർ 90th ഫ്രെയിമിൽ കൊണ്ടുവന്ന ശേഷം ടെക്സ്റ്റിനൊരു കീ കൊടുക്കാം. ഇനി 50th ഫ്രെയിമിൽ ഈ ടെക്സ്റ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ടെക്സ്റ്റിനൊരു ആനിമേഷൻ വന്നിട്ടുണ്ട്. ഇനി ട്വിസ്റ്റ് കൂടി ഒന്ന് ആനിമേറ്റ് ചെയ്യാം. ഇനി ജിസ്മോന്റെ സെന്റർ ക്ലിക്ക് ചെയ്തതിനു ശേഷം സെന്റർ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കാം. ഇനി ഫസ്റ്റ് ഫ്രെയിമിലേക്ക് ഡിലീറ്റ് ചെയ്യാം. ഇനി 90th ഫ്രെയിമിൽ ഈ സെന്റർ ബാക്കിൽ കൊണ്ടുവന്ന് വയ്ക്കാം. ഇപ്പോൾ ട്വിസ്റ്റ് ആനിമേറ്റ് ചെയ്യുന്നത് കാണാം. ഇനിയൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓട്ടോ കീ ഓഫ് ചെയ്യാം. ഇനി ലേൺ കമ്പ്യൂട്ടർ യുവർ സെൽഫ് എന്ന ടെക്സ്റ്റ് അപ്പിയർ ആയി വരുന്ന ഒരു എഫക്റ്റ് കാണിക്കുന്നതിന് വേണ്ടി ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ വിസിബിലിറ്റി 0 ആക്കിയ ശേഷം ഓക്കെ കൊടുക്കാം.
ഇനി 75th ഫ്രെയിമിൽ ഓട്ടോ കീ ഓൺ ചെയ്തതിനു ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒബ്ജക്ട് പ്രോപ്പർട്ടീസിലെ വിസിബിലിറ്റി 1 ആക്കിയ ശേഷം ഓക്കെ കൊടുക്കാം. ഇപ്പോൾ ഫസ്റ്റ് ഫ്രെയിമിൽ ഒരു കീ ക്രിയേറ്റ് ആയിരിക്കുന്നത് കാണാം. ഈ ഫ്രെയിമിൽ വിസിബിലിറ്റി 0 ആണ്. 40th ഫ്രെയിമിൽ ഇത് കുറച്ചുകൂടി വിസിബിൾ ആകുന്നത് കാണാം. ഇനി ഈ ഫ്രെയിം 50th ഫ്രെയിമിലേക്ക് കൊണ്ടുവന്ന് വെക്കാം. ഇപ്പോൾ 50th ഫ്രെയിം മുതലാണ് ടെക്സ്റ്റ് വിസിബിൾ ആയി വരുന്നത്. ഇനി റെഫറൻസ് ഷേപ്പ് ഹൈഡ് ചെയ്യാം. അൺഹൈഡ് ബൈ നെയിം ക്ലിക്ക് ചെയ്ത് റെക്ടാംഗിളും ബോക്സസും അൺഹൈഡ് ചെയ്യാം. ഓട്ടോ കീ ഓഫ് ചെയ്യാം. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം.